ഫാർമക്കോളജിയിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ എന്താണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് എക്സാമിലൊക്കെ ചോദിക്കുന്നതാണ്, ഡിപ്ലോമയിലൊക്കെ ചോദിക്കും, അതേപോലെ ബി ഫാമിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് നോക്കാം. ഡ്രഗ് അഡ്മിനിസ്ട്രേഡ് പ്രയർ ടു ദ ജനറൽ അനസ്തേഷ്യ ആർ കോൾഡ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. ജനറൽ അനസ്തേഷ്യയ്ക്ക് മുമ്പ് കൊടുക്കുന്ന ഡ്രഗ്സിനെയാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. Those are usually given 1 hour before the planned surgery. സർജറി പ്ലാൻ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മളിത് കൊടുക്കും. ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്. ആൻസൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കുന്നു. രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ടു ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ആൻഡ് റാപ്പിഡ് ഇൻഡക്ഷൻ ഓഫ് അനസ്തേഷ്യ. സ്മൂത്തും റാപ്പിഡ് ഇൻഡക്ഷൻ ഓഫ് അനസ്തേഷ്യ നടക്കുന്നു. പിന്നെ തേർഡ് വൺ ആണ് ടു റെഡ്യൂസ് ദ ഡോസ് ആൻഡ് സൈഡ് എഫക്റ്റ് ഓഫ് അനസ്തേഷ്യ ലൈക്ക് സാൽവേഷൻ. റെഡ്യൂസ് എന്ത് സൈഡ് എഫക്റ്റും ഡോസ് ഓഫ് അനസ്തേഷ്യയുടെ ഡോസും സൈഡ് എഫക്റ്റും കുറയ്ക്കുന്നു, ലൈക്ക് സാൽവേഷൻ. ബ്രാഡിക്കാർഡിയ ആൻഡ് വൊമിറ്റിങ്ങും അത് ഛർദിലും അതേപോലെ ഹാർട്ട് റേറ്റ് കുറയുന്ന പോലത്തെ സൈഡ് എഫക്റ്റും അതേപോലെ ഡോസും കുറയ്ക്കാൻ ഈ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ കൊണ്ട് സഹായിക്കുന്നു. നാലാമത്തെ യൂസാണ് ടു റിലീഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ. ഓപ്പറേഷന് മുമ്പുള്ള പെയിൻ കുറയ്ക്കാൻ പറ്റുന്നു. ഓപ്പറേഷന് ശേഷമുള്ള പെയിൻ കുറയ്ക്കാൻ സാധിക്കുന്നു. ഫോർ പ്രിവെൻഷൻ ഓഫ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് എഫക്റ്റ്. അതായത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ എഫക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത, there is no single drug can be achieve all those objectives, hence combination of drug usually used. ഒരു സിംഗിൾ ഡ്രഗ് കൊണ്ട് ഇതിൻ്റെ എല്ലാ എഫക്റ്റും കൂടെ കിട്ടത്തില്ല. അതുകൊണ്ട് കോമ്പിനേഷൻ ഓഫ് പല ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കോമൺ ഡ്രഗ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഫസ്റ്റ് വൺ സെഡേറ്റീവ്, ഹിപ്നോട്ടിക്സ് ആൻഡ് ആൻറ്റി ആൻസൈറ്റി ഏജൻറ്റ്സ്. Anxiety is a common in patients who are to undergo surgery. Anxiety can produce stress, causes stimulation of sympathetic and release of catecholamines. ആൻസൈറ്റി, നമുക്ക് സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാവുന്നു. അതിനെയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ആൻസൈറ്റീസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റി ആൻസൈറ്റി ഏജൻസും സെഡേറ്റീവും ഹിപ്നോട്ടിക്സൊക്കെ കൊടുക്കാറുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ബെൻസോഡയസെപ്പിൻ. ബെൻസോഡയസെപ്പിൻ്റെ 5 to 20 മില്ലിഗ്രാം വരെ കൊടുക്കാറുണ്ട്. ബെൻസോഡയസെപ്പിൻ എക്സാമ്പിളാണ് ഡയസെപ്പാം, അതൊക്കെ 5 to 20 മില്ലിഗ്രാം കൊടുക്കും. അതേപോലെ നൈട്രോസെപ്പാം കൊടുക്കും. ഹൈഡ്രോക്സിസൈൻ കൊടുക്കും 25 to 100 മില്ലിഗ്രാം. പ്രോമീതക്സിൻ കൊടുക്കും 20 to 25 മില്ലിഗ്രാം. അതേപോലെ ഓപ്പിയോയിഡ്സിന് എക്സാമ്പിളായിട്ടുള്ള മോർഫിൻ 8 to 20 മില്ലിഗ്രാം കൊടുക്കും. പെതഡിൻ 15 to 100 മില്ലിഗ്രാം. ഫെൻറ്റനിൽ 0.05 to 0.10 മില്ലിഗ്രാം. അതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ പ്രിവെൻറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മാറാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ആൻറ്റി എമറ്റിക് ഡ്രഗ്സ് ആയിട്ടുള്ള മെറ്റോക്ലോപ്രമൈഡ് 10 to 20 മില്ലിഗ്രാം. സൈക്ലസിനും അതെന്തിനാണ് പ്രിവെൻറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വൊമിറ്റിംഗ്. ആൻറ്റികോളിനർജിക് ഡ്രഗ് ആയിട്ടുള്ള അട്രോപ്പിൻ, ഹയോസിൻ ആൻഡ് ഗ്ലൈക്കോപൈറലൈറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അട്രോപ്പിൻ 0.3 to 0.6 മില്ലിഗ്രാം കൊടുക്കും. ഹയോസിൻ 0.3 to 0.6 മില്ലിഗ്രാം കൊടുക്കും. ഗ്ലൈക്കോപൈറലൈറ്റ് 0.2 to 0.4 മില്ലിഗ്രാം കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ റെഡ്യൂസ് ചെയ്യുന്നു, സാൽവേഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ബേസൽ അനസ്തെറ്റിക്സ്. സ്റ്റേറ്റ് ഓഫ് അനസ്തേഷ്യ ഷോർട്ട് ഓഫ് സർജിക്കൽ ഓപ്പറേഷൻ, സർജിക്കൽ അനസ്തേഷ്യ കോൾഡ് ബേസൽ അനസ്തേഷ്യ, ആൻഡ് ദ ഏജൻറ്റ്സ് യൂസ്ഡ് ഫോർ ദിസ് കോൾഡ് ബേസൽ അനസ്തെറ്റിക്സ്. സ്റ്റേറ്റ് ഓഫ് അനസ്തേഷ്യ ഷോർട്ട് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ നമ്മൾ ബേസൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. അതിൻ്റെ ഏജൻറ്റ് യൂസ് ചെയ്യുന്നത് ബേസൽ അനസ്തേഷ്യയിൽ ഉപയോഗിക്കുന്ന ഏജൻസിനാണ് ബേസൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്.
ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പേഷ്യൻസിൻ്റെ നെർവസ് ആയിട്ടുള്ള പേഷ്യൻസും ഹൈപ്പർ തൈറോയ്ഡ് പേഷ്യൻസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഇൻ നെർവസ് പേഷ്യൻസ് ആൻഡ് ഹൈപ്പർ തൈറോയ്ഡ് പേഷ്യൻസ്. എക്സാമ്പിളാണ് തയോപെൻറ്റോൺ ആൻഡ് ബെൻസോഡാസെപ്പിൻ. പിന്നെ H2 ഗ്ലൂക്കോസും ഉപയോഗിക്കാറുണ്ട്. താങ്ക് യു ഓൾ.